നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്ങനെയാ നിത്യേച്ചി അമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത ഈ മനുഷ്യനെ നിത്യേച്ചി മനസ്സിലാക്കാൻ പോകുന്നേ? അപ്പോ ഇങ്ങനെയാണ് ഈ വീട്ടിൽ ഓരോ സാധനങ്ങളും കാണാതെ പോകുന്നതല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഇതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. ഇത് വെറും ഒരു മേക്കപ്പ് ബോക്സ് അല്ലേ? ശല്യമാണെന്ന് തോന്നിയ ജീവനോടെ ഒരാളെ കുഴിച്ചു മൂടാനും ഞാൻ മടിക്കില്ല. എന്റെ ഇഷ്ടം. എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം എന്റെ ഇഷ്ടം പോലെ നടക്കാവൂ. അല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. ദാ അതുപോലെ. നീ ഇതാണ് ഓർഡർ ചെയ്തിരുന്നത്? അതെ, ഞാൻ ഇത് തന്നെ ഓർഡർ ചെയ്തത്. കണ്ടില്ലേ രഘുവേട്ട, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മേക്കപ്പ് സാധനങ്ങൾ, ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാണാതാകാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അപ്പോഴൊക്കെ ചിരിച്ചും കളിച്ചും കൂടെ നിൽക്കുന്നവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു.
ഇവനെ മറ്റുള്ളവർ ക്രിമിനൽ എന്ന് വിളിച്ചാൽ എന്താ അതിലെ തെറ്റ്? ഇവനൊരു മാനസിക രോഗിയാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? എന്തിനു നോക്കി നിൽക്കുന്ന? അടിച്ചു കൊന്നോടെ ഇവനെ. എടാ, എന്താടാ നിനക്ക്? എന്താ നിന്റെ മനസ്സിലെ പ്രശ്നം? എന്തിനാടാ നീ ഇതൊക്കെ ചെയ്യുന്നത്? അച്ഛാ, അത് നിന്റെ എടാ, നിന്റെ അമ്മയുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, അവളുടെ മനസ്സും ശരീരവും ഒക്കെ നീ തളർത്തി കളഞ്ഞു. എന്ത് ധൈര്യത്തിലാടാ നിന്നെ ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കേണ്ടത്? എങ്ങനെയാടാ നീ ഉറങ്ങുന്ന അതേ വീട്ടിൽ ഞങ്ങൾ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നത്? മുമ്പേ ഞാൻ പറഞ്ഞതാ, ഇനി ഒരു തെറ്റ് ചെയ്താ നീ വീടിനകത്ത് തന്നെ ഉണ്ടാവില്ല എന്ന്. ആ തെറ്റ് നീ ചെയ്തു. അതുകൊണ്ട് നീ ഇനി വീട്ടിൽ വേണ്ട. അച്ഛ വേണ്ട. ജീവ സ്വന്തം ഇഷ്ടത്തിനല്ല അത് എടുത്തു മാറ്റിയത്. ഞാൻ പറഞ്ഞിട്ട് ജീവൻ അത് ചെയ്തത്. നിത്യമോളെ, നീ മിണ്ടാതിരിക്ക. നീ ഇവനെ ന്യായീകരിക്കുകയാണോ? അമ്മേ സത്യ, എനിക്ക് മേക്കപ്പിന് അലർജിയുണ്ട്. സാറിയുടെ പാർലറിൽ വെച്ച് എന്നെ മേക്കപ്പ് ചെയ്തപ്പോ ഞാനതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം നടക്കുമ്പോ അതിവിടെ ഉണ്ടെങ്കിൽ അതിടാൻ ജ്യോതി എന്നെ നിർബന്ധിക്കും. അതോർത്തിട്ടാ ഞാനെടുത്ത് മാറ്റം പറഞ്ഞത്. കുഴിച്ചിടുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നിത്യ പറഞ്ഞപ്പോ ഞാനത് ചെയ്തെന്നേ ഉള്ളൂ. സോറി. ഞാനിത് വിശ്വസിക്കില്ല. ഇങ്ങനെ എത്ര തവണ നീ ഇവനെ രക്ഷിച്ചിട്ടുണ്ട് മോളെ. എന്നിട്ട് നിനക്ക് പകരം എന്തൊക്കെയാ കിട്ടിയത്? ആര് സാക്ഷ്യം പറഞ്ഞാലും ആര് തെളിവ് തന്നാലും ഇവനെ ഞാൻ ഇനി വിശ്വസിക്കില്ല. എടാ, എങ്ങനെയാ നിത്യേച്ചി അമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത ഈ മനുഷ്യനെ നിത്യേച്ചി മനസ്സിലാക്കാൻ പോകുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.